ഇപ്പം എടുക്കുന്നില്ല. ഇപ്പം എടുക്കും. ഞാൻ ഇപ്പം എടുത്തുകൊണ്ടിരിക്കാം. അങ്ങനത്തെ ഫ്രൈഡ് നിങ്ങളെ കിട്ടുമോ? പിന്നെ ഇടാനും കിട്ടും. ഞാൻ ഫോട്ടോ എടുത്തോട്ടെ. ഓപ്പൺ ചെയ്ത് കുഴപ്പമില്ല. വേറെ ഗ്രൂപ്പുകളുടെ സ്ഥലങ്ങളാണ്. ഓരോ പേര് മണി വന്നേ അല്ല കുട്ടിക്കാലത്ത് നടക്കാൻ പാടില്ല. നമുക്ക് വണ്ടി എടുക്കാം. കാശാണ് ജീപ്പ്. അവിടെ മാത്രം പോകുന്ന ജീപ്പ്. ഈ സ്ഥലപ്പേര് ഏതാണ്? ഉറുമ്പിക്കര. അതെ, റൂ വാച്ചാൽ മതി. ഉറുമ്പിക്കര പിന്നെ പറയാം. ആന കയറാമല്ല, ആട് കയറാമല്ല. അതാണ് അതാണ് കിണി അല്ലേ? ഇതിന്റെ കിണി
കുട്ടി അവിടുന്ന് വരണ്ട കുട്ടി വരണ്ട ഒരു കാര്യം കുറെ കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യം പോയി ഇപ്പൊ നമ്മളിങ്ങനെ നടക്കുന്ന പണ്ടേ പിന്നെ ഇതൊക്കെ വെറും പച്ചപ്പല്ലേ മോസ് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് എന്റെ ഫാമിലി അങ്ങോട്ട് പോയേക്കോണം അമ്പലങ്ങളിലൊക്കെ മണ്ണാർശാലയോ അങ്ങോട്ടൊക്കെ പോയിക്കോണം ഏർപ്പാട് പോകണം. ഇന്നൊരു ദിവസം യാതൊരു രക്ഷയില്ല. അവര് പറഞ്ഞു നോക്കാം ഞാനത് സ്കിപ്പ് ചെയ്തിട്ട് പോകുന്ന എന്നാ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൊടുക്കാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഡിസൈഡ് അതേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലോട്ട് വിളിക്കാൻ അയ്യോ ഞാനല്ല ഓ പൂവട്ടക തട്ടിച്ചിന്നി പൂമലയിൽ പൂമഴഞ്ഞി കൈയും വീശി രാമലീന പൂമലയെ കണ്ടത്തെ വീഡിയോ എടുത്ത് വീട്ടിൽ കാണിക്കണോട്ടോ. ഞങ്ങളും കണ്ടല്ലോ ഞങ്ങളും കേട്ടല്ലോ അപ്പൊ നെയ്മീൻ ഫ്രൈ റെഡി. ഇനിയിപ്പോ എന്താ വേണ്ടതെന്നോട് പറയണം നമ്മൾ കേട്ടോ. ആ സംഗതി കൊണ്ടുവരുള്ളൂ. അതുപോട്ടെ എന്തായാലും റെയിൽവേയിൽ 84 വന്നുകൊണ്ട് ഉണ്ടായ ഒരു കമ്പനിയാണ് നമ്മുടെ എന്ന് പറയാൻ പറ്റുമോ? പിന്നെ അത് തന്നെ അത് തന്നെ. അപ്പൊ ഈ ടി.കെ. രാമകൃഷ്ണൻ എന്ത് രാമകൃഷ്ണൻ ഈ കമ്പനി കൊണ്ട് ജോസ് ബോംബെയിൽ ചെയ്ത ജോലിയേക്കാൾ ഒരു നല്ല ജോലിയാണെന്ന് തോന്നിക്കൊണ്ടാണ് റെയിൽവേ ജോലി ചെയ്തത്. കാര്യം ബോംബെയിലെ ജോലി ജോസ് വിട്ടു പോന്നു. കൂട്ടാനൊന്ന് വിട്ടു പോന്നു. വേറെ കാര്യം ജോലാർപേട്ടയിൽ അതോ നമ്മളെ എന്നും വിളിക്കുന്ന പൂട്ടാൻകുട്ടി വിളിക്കുകയല്ല. കാരണം ഞാൻ അവനെ വെള്ളത്തോട്ട് പൂട്ടാനെന്ന് വിട്ടു പോന്നു. പിന്നെ പൂട്ടാനിലേക്ക് പോയില്ല. വേറെ ഏതോ ഒരു പൂട്ടിലേക്കും പോയില്ല. വലിയ കുഴപ്പമില്ല. റെയിലിന് വലിയ കുഴപ്പമില്ല. ജോസും വേറെ ഒരു പൂട്ടിലോട്ടും പോയില്ല. ഇവിടെ തന്നെ നിന്നു. ജോലാർപേട്ട നിന്ന് വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് കുട്ടി അവിടെ തന്നെ നിന്ന് നമ്മളിങ്ങോട്ട് പോകുന്നു. ഓക്കെ. പക്ഷെ എന്ത് പറഞ്ഞാലും നമ്മൾ ആ തുടർച്ച അങ്ങനെ തുടർന്ന് 40 വർഷം തുടർന്നു. ഇനി ജോസ് അതിനിടയ്ക്ക് വിട്ടുപോയില്ല. കാര്യം വിട്ടുപോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ പോകാൻ ആശംസകളായി പറയാം. അതുകൊണ്ട് പോകാൻ അപ്പോ ജോസിന്റെ ഇപ്പോഴത്തെ ഒരു ജീവിതം സുഖകരമായിരിക്കാൻ അങ്ങനെയല്ല. ജോസിന്റെ ഇപ്പോഴത്തെ ഒരു ലൈഫ് റെയിൽവേയിൽ നിന്നുള്ള സേവനം മൂലം തന്നെ ആ ഒരു നന്ദി വേണ്ട റെയിൽവേയോട്. പക്ഷെ നമുക്ക് അന്ന് റെയിൽവേയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറെ ആൾക്കാരുണ്ട്. അവരാരും നമ്മുടെ കളിച്ചത്. ജോസ് ഒറ്റക്കാരനെങ്കിൽ ജോലാർപേട്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു മലയാളിയില്ല. ജോസ് ഒറ്റക്കായിരുന്നു. അത് മാത്രമല്ല കുഞ്ഞമ്മളപ്പുറത്തെ വീട്ടിൽ പോയോ? അല്ല, എനിക്കൊന്ന് വഴക്ക് പിടിക്കാൻ പോലും വേറെ വന്നു. അവിടുത്തെ ഈ തമിഴ് ഡിപ്ലോമ 6 മാസം പ്രത്യക്ഷ
ഐറ്റിക്കാൻ ഗുലാബ് ഖാൻ എന്ന് പറയുമ്പോ തന്നെ ഈ എവിടെ ഞാൻ ഗുലാബ് ജാമെന്നോ ഐജിക്കാൻ എന്ന് പറയും. ഒരു ഗുഡ്സ് ഡ്രൈവർ ഉണ്ട്. ഈ പുള്ളിയായിട്ട് കപ്ലിംഗ് എടുത്തിട്ട് പെരുമാറി. കപ്ലിംഗ് അടിക്കാൻ പോയതാ. കപ്ലിംഗ് എടുത്ത് പെരുമാറി. എപ്പോഴും തൊപ്പി മലയാളികളുടെ മാനം കാത്ത സംഭവമാണത്. ഞങ്ങള് ചെന്നൈ അവിടെ ഫസ്റ്റ് ബാച്ചാണ്. ഈ അട്ടപ്പാടികളോ കയറി ആക്രമിക്കത്തുള്ളൂ. ഫസ്റ്റ് ബാച്ചില് നമ്മളുടെ പേര് ഉയർത്തിയതാണ് അല്ലേ? ഡിപ്ലോമ അവര് ഭയങ്കര ചേരി തിരിഞ്ഞ് അവസാനമല്ല ഒരു 4 മാസം 5 മാസം കഴിഞ്ഞിട്ട് എല്ലാം തിരിഞ്ഞു. ഇവരെയൊക്കെ മതി. സെൽവരാജ് അല്ല വേറൊരു കാര്യം അതിനകത്ത് വേറെ ഈ കുട്ടിച്ചേട്ട ജോലാർപേട്ടയില് പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ ഈ വർഷങ്ങളെ ഞങ്ങൾ എന്നെ മുമ്പ് തുടർന്ന് വന്ന കുറെ ഈ ഇങ്ങനെ മാമൂലല്ലേ കുറെ മാമൂല് പരിപാടികളുണ്ട്. അവസാനിപ്പിച്ച ഒറ്റ വ്യക്തിയാണ് ഇങ്ങനെ. അതായത് സാലറി കൊണ്ടിരുന്ന സ്ലിപ്പ് സാലറി സ്ലിപ്പ് തന്നെയാണ്. വെള്ളമെടുപ്പ് ഈ നമ്മുടെ ഇവിടെ വെള്ളമെടുപ്പ് എങ്ങനെ കരുതിയെന്നറിയോ? വെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞു. വെള്ളം എടുത്തിട്ട് മൂത്രം ഒഴിച്ച് അതിൻ്റെ അകത്ത് മനസ്സിലായോ? അല്ല മൂത്രം ഒഴിച്ച് അവൻ കൊണ്ട കൊടുത്തു. സാർ കുടിക്കാൻ പറഞ്ഞു. കുടിച്ച് എല്ലാവരോടും പറഞ്ഞു. അയാളെ കുടിപ്പിച്ചിട്ടുണ്ട്. ഒരാളോട് പറഞ്ഞിട്ട് ഞങ്ങളില്ല ബൈൻഡ് ബോട്ടിൽ ചായ മേടിച്ചോണ്ടാ പറഞ്ഞു. ഞങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്തു. ഫ്ലാസ്ക് എന്നാ വാങ്ങിക്കാൻ ഞങ്ങള് മേടിച്ചു. അവിടെ കൊണ്ട് അന്നത്തെ അല്ലല്ല അന്നത്തെ സാറാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവൻ കുഞ്ഞിലെ അതായത് റെയിൽവേയില് അപ്പോയിന്റ്മെന്റ് ഞങ്ങളെല്ലാം കൂടെ വന്ന ഞങ്ങളെല്ലാം അവിടെ നിന്ന് കുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്റെ ഇരിപ്പ് കണ്ടപ്പോ ഞാൻ റെയിൽവേയിലാണ്. അയ്യേ കഷ്ടം. നീ വേഗം വേഗമായിട്ട് അതിന് വേണം നമുക്ക് ഇത് ബാക്കി പറയാം. ഞങ്ങള് അവിടെ വലിയ പരിപാടികളൊക്കെ എന്തായാലും വീടിന്റെ പടിക്കിടുന്നത് ഇയാളതിനെ കൊണ്ടുകൊണ്ട് കയറ്റി ഇയാൾ അവിടെ നിർത്തിട്ട് എന്നെ ഇട്ടിട്ട് ഓടിക്കണം. അവരെ ഇടിച്ചത് എന്ന് പറയുന്ന കാര്യം തലകൊണ്ട് വർക്ക് ചെയ്യും. നമ്മൾ നാക്കോട്ട് വർക്ക് ചെയ്യും അല്ലേ? പല പരിപാടിയിൽ അയാൾ ചെയ്തല്ല ഞാനാണ് കേട്ടുള്ളത്. അതാണ് പിന്തുടർച്ച എന്ന് പറയുന്നത്. പിൻഗാമി അത് ചെറുത്. വിയറ്റ്നാം കോളനി സിനിമ ഇറങ്ങി. വിയറ്റ്നാം അതിനകത്ത് റാവുത്തറുണ്ട്. റാവുത്തർ കയ്യിലെടുത്തേക്കണ് മരുന്നിനെ എന്താ വെച്ചാൽ പൂട്ടാനില്ലായിരുന്നു. 2,000 പിള്ളേർ കുട്ടിച്ചേട്ടൻ പറഞ്ഞ ഫുള്ളായി പോകും. അങ്ങനെ കുഴപ്പമില്ല. ഞങ്ങളെ ഇസറ്റി ചെന്ന് കാതിരിയുണ്ട്. അപ്പൊ ഒരു ദിവസം കുട്ടിച്ചേട്ടൻ അവിടെ വന്നു. ഒരു ദിവസം ഞങ്ങളോടെ അന്ന് ഇതെല്ലാം കൂടെ എടുത്തിട്ട് കുട്ടിച്ചേട്ടൻ ഞാനാണ് ഈ കുമരത്തെ ആളെന്ന് അറിയത്തില്ല. മനസ്സിലായോ? എന്നെ അവിടെ വെച്ച് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇതെല്ലാം കൂടെ എടുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവസാനം സക്കറിയ പറയാണേ. സാർ സക്കറിയ പറഞ്ഞ് ഈ പാർട്ടിയാണ് കുമരത്തെ ആൾക്ക് പറഞ്ഞ്. അന്നേരം കുത്തിച്ചിട്ട് ഇത് ഇടനില നിന്ന് എല്ലാത്തിന്റെയും ബലം പിടിച്ചിട്ടുണ്ട്. എല്ലാത്തിനും അതൊക്കെ അങ്ങനെയാണ്. അതൊരു പ്രത്യേക ലൈഫല്ലേ? അതൊരു ലൈഫല്ലേ? 85-83 വർഷം
കോപ്പ് പരിപാടി ഞങ്ങൾ 3 പേരും കൂടെ തുണിയിലായിരുന്നു. അന്ന് വേറെ കാര്യമുണ്ട്. അല്ല അന്ന് കുട്ടിച്ചേട്ടൻ പറഞ്ഞത് ഇവരാരും അല്ല JP ആണ് ഏറ്റവും വലിയ പാർട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചത് ഇവിടുത്തെ ഏറ്റവും ജെന്റിൽമാൻ JP ആ. ആ JP ആണ്. ഞങ്ങള് 3 പേരും കൂടെ തുണിയിലാരും കുടിയുണ്ട്. കോപ്പന്റെ ഒരു സാമാനം കഴിവുണ്ട്. അയ്യോ മാവേല് വടം കെട്ടിയിട്ട് സത്യം ഈ ശരീരത്തിന്റെ വേദന അതൊക്കെയാ, വേറെ ഒന്നല്ല. ഞങ്ങള് ഈ മാവേ വടത്തെ കൂടെ കയറി പോവാ. ഞങ്ങൾ രണ്ടോ മിക്കവാറും ഈ ഇത് നിന്നെ കാണുമ്പോ ഞങ്ങൾ തോർത്തെടുത്തോണ്ട് അതിന് വിദഗ്ധനാണല്ലോ. പോരായിരം കവിത ഞാൻ എഴുതുവേ ഇത് ഒരെണ്ണം അങ്ങ് കഴിച്ചോ, ഒന്നും കഴിക്കാതിരിക്കുന്നല്ലേ. കനവിലൊന്നേ നിനക്കറേ കനവിനാലെ അണിക്കറേ മുൻപാർവയിൽ പോരായിരം കവിത ഞാൻ എഴുതുവേ. എങ്ങനെ വീഴാതിരിക്കുമല്ലേ. നിരാളമായി ഞാൻ മാറി ചന്ദന മണമോർ നിന്നേക മണർവള്ളി എന്തുമെന്തിനി മാറിൽ പാടരുമല്ലോ പുണ്യമടി നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി പുറതി നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി ഞാൻ ഉണരട്ടെ ഉഷസ് പോലുണരട്ടെ ഒരു യുഗചേതന ഉണരട്ടെ ഉപാസന 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 ഇത് ധന്യമാമൊരു ഉപാസന. എന്റെ ദൈവം. ഇത് ധന്യമാമൊരു ഉപാസന. ഉണ്ടല്ലോ.